എടാ നിനക്ക് എന്തു പറ്റി? കാര്യം പറ. ഒന്നുമില്ലടി. മോനെ എന്തുവാ വേണ്ടത്? അവന് മധുരം കുറച്ച് കടുപ്പം കൂട്ടിയൊരു ചായ. അപ്പൊ മോക്കോ? അവക്കൊരു ഘട്ടം മതി. ഇനി പറ, എന്തു പറ്റി? അതൊന്നുമില്ലടി. പറയടാ. എടി ഞാൻ ഹേമയെ പ്രപ്പോസ് ചെയ്തായിരുന്നു, അവളെ എന്നോട് നോ പറഞ്ഞു. ഇതായിരുന്നു ഇത് നിനക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ? എടി ഇത് എപ്പോഴത്തെ അല്ല. ഓ, എടാ ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് എന്നെ പ്രേമിച്ചൂടെ? എന്തോന്ന്? എടാ ഇപ്പൊ തന്നെ നോക്ക്, എന്റെ ഇഷ്ടം നിനക്കും അറിയാം, നിന്റെ ഇഷ്ടം എനിക്കും അറിയാം, നമ്മൾ സെറ്റ് ആയിരിക്കും. എടി നിന്റെ തമാശ ഉറച്ചു കൊടുക്കുന്നുണ്ട്, നീ ഉള്ള ഫീലിങ്സ് വെച്ച് ഇങ്ങനെ കളിക്കരുത്. എടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ. എടി പൊടിയൊന്നു, ഞാൻ പോവാ. എടാ പോവല്ലേ ഡാ. എടാ പൊട്ടാ, ഇത്രയും നാൾ നിന്റെ കൂടെ ഞാൻ നടന്നിട്ട് നിനക്കിതൊന്നും മനസ്സിലായില്ലേ? എന്നുമേ കൂടെയായി വരുമെന്നിഴലേ, ഒന്നുമേ പറയാതെല്ലാം അറിയും ശ്വാസമേ. എന്നുമേ കൂടെയായി വരുമെന്നിഴലേ, ഒന്നുമേ പറയാതെല്ലാം അറിയും ശ്വാസമേ. കാത്തിരുന്ന കനവോ നീ, കാതിലുള്ള പാട്ടോ നീ, ഓർത്തിടാമെന്നുയിരിൽ ചേർക്കാം. മനമേ മനമേ അറിയില്ലേ, അരികെ അരികെ വരികില്ലേ. മനമേ മനമേ അറിയില്ലേ, അരികെ അരികെ വരികില്ലേ. നീ എന്തിനാ എപ്പോഴും നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്ന? ഇതൊക്കെ നമുക്ക് പിന്നീട് ഓർത്തു വെക്കാനുള്ള നല്ല നിമിഷങ്ങളല്ലേ. അതിനെന്തിനാ നിനക്ക് ഓർമ്മകള്? ഞാൻ നിന്നോട് എന്നും കാണത്തില്ലേ? അതിനെന്തിനാ നിനക്ക് ഓർമ്മകള്? ഞാൻ നിന്നോട് എന്നും കാണത്തില്ലേ? അടുത്ത എനിക്കാണ്. ഒഴിക്കുക. എന്റെ ചങ്ക് കത്തുന്നടാ. അതാ വെള്ളം വെച്ചടിക്കണം. ചുമ്മാ ഇടാ. എന്നാ ചുമ്മാ എടാ ഇത് നോക്കി. നീ ഒന്ന് പോരാ അവിടുന്ന്, ഇത്ര ജീവിതം. എടാ അതല്ല ഇത് നോക്ക്. എന്തോടാ അത്? കാണിച്ച കാണിച്ച. തേച്ച് തേച്ച് എനിക്ക് പോളെ കാണാം. നിന്നടാ, ഇങ്ങ് വന്നേ. ഇപ്പൊ നീ ശരിയാവത്തില്ല പറയുന്നേക്ക്. ഞാൻ വിളിച്ചോളെ ഇറങ്ങി വരൂടാ. അവളെ നാളെ ഞങ്ങൾ കൊടുത്തരും നിനക്ക്. ഇരിടാ ഇരിടാ അവിടെ. ഡോറിന് ചോദിച്ചേ. ഞാനടിച്ചില്ല. നീ അടിക്കണ്ട, നീ അവനോട്. നീ ഇവന്റെ അണ്ണാക്കി തന്നെ എല്ലാം തള്ളി കൊടുക്കും. ഞാൻ നമുക്കടുത്ത് കുപ്പി എടുക്കാം. എന്നാ ഒരു പക്ക അവിടെ, പിന്നെ ഒരു പച്ച ലേസും. പറയടാ. എടാ നീ എവിടാ? ഞാനും പിള്ളേരെന്താ അവളെ വീടിന്റെ അടുത്തുണ്ട്. ഞങ്ങൾ അവളെ പൊക്കാൻ പോവാ. എടാ അത് വേണ്ട, അടുത്ത ആഴ്ചയുള്ള കല്യാണമല്ലേ. ജോലിയൊന്നുമില്ല, ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അവളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇന്നലെ വെള്ളം അടിച്ച് കരഞ്ഞ് മെഴുകിയപ്പോൾ ഇതൊന്നല്ല പറഞ്ഞത്. ഞങ്ങളെന്തോ പൊക്കാൻ പോവാ. ഡാ പറയുന്നേക്ക്. ഹലോ എടി നീ എന്താ ഇവിടെ? നിനക്ക് ഞാൻ പോയാലൊരു കുഴപ്പമില്ലല്ലേ? നീ പറയുന്ന എല്ലാം ഞാൻ കേട്ടു. എടി അതല്ല എന്റെ അവസ്ഥ. നിന്റെ അവസ്ഥ അവിടെ ഒരു പെണ്ണ് കാണാൻ വന്നതുകൊണ്ട് വീട്ടിൽ കിടന്ന് അനുഭവിക്കാം. റീലെടുക്കണം, കോപ്പെടുക്കണം, എന്റെ അമ്മൂമ്മയുടെ കിണ്ടി. ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറയാൻ ഇവിടെ വന്നത്. ഇന്ന് നീ എന്നെ കൊണ്ടേ വരത്തുള്ളൂ, തിരിച്ചു പോകാൻ വരത്തില്ല. എനിക്കറിയാലോ എന്റെ കാര്യങ്ങളൊക്കെ. എന്ത് കാര്യങ്ങള്? വീടുണ്ടോ? ഉണ്ട്. ചോറുണ്ടോ? ആ. എങ്കി വാ. ഇത് പിടിക്ക്. എടി ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ സ്വർണ്ണം പണമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് രാവിലെ തിരിച്ചു കൊടുക്കാം. അയ്യടാ, ഇത് സ്വർണവും പണമൊന്നും അല്ല. ഇതമ്മ കല്യാണത്തിന് വേണ്ടി ഇട്ട് വെച്ച അച്ചാറും പലഹാരങ്ങളൊക്കെ ഒരു വഴിക്കുമല്ലേ ഞാനിങ്ങനെ എടുത്തോണ്ട് വന്ന്. എടി അതല്ല, അവന്മാര് നിന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് നിന്നെ പൊക്കണമെന്നും പറഞ്ഞു. ആണോ? എന്നാ എന്റെ മാമന്റെ മോനുണ്ട് അവിടെ. ആ തെണ്ടി കല്യാണാലോചന കൊണ്ടുവന്നത്. അവനിട്ടുണ്ട് ഇടി കൊടുത്താൽ മതിയായിരുന്നു. ദേവന്മാര് വിളിക്കുന്നത്. എടാ ഇനി അങ്ങോട്ട് പോകണ്ട, അവൾ എൻ്റെ കൂടെ ഉണ്ട്. ആണോ മോനെങ്കിൽ അവളോട്ട് ഇങ്ങോട്ട് പോവാ. ഒന്ന് അടങ്ങി നിക്കടാ നീയൊക്കെ. അണ്ണന്റെ പെടലി എണ്ണ